ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ ഒരു പച്ചമുളക്, സവാള ഒന്നങ്ങായി വരുമ്പോൾ ഒരു പകുതി തക്കാളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് 2 എഗ്ഗാണ്. കുറച്ച് കുരുമുളക് പൊടി, ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ബ്രെഡ് ക്രംസ്. ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബ്രെഡിനകത്ത് നമ്മൾ പൊട്ടാറ്റോയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ മിക്സിങ് മൊത്തമായിട്ടും വച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ബ്രെഡ് വെക്കാം. ഇനി നമുക്കിതിനെ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായി കോട്ട് ചെയ്തെടുക്കണം. ആദ്യം എഗ്ഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഈ ഒരു രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസും കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക. ഞാനിതിനെ ഡബിൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും എഗ്ഗ് മിക്സിൽ ഡിപ്പ് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നല്ല ഓയിൽ ഫ്രീ ആണ്. ഒട്ടും എണ്ണ കുടിക്കില്ല. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു പാനിൽ അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യരുത് കേട്ടോ. മുകൾ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ഓയിൽ ഫ്രീ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്റ്റിക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്